ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അഭിയും നവിയും ജലജയും കൂടി. ജലജ പറയുന്നുണ്ട്, ആദർശ് ജയിലിലാണെന്നുള്ള വിവരം എത്രയും പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കണം. നീ ജയിലിൽ കിടന്ന സമയത്ത് അത് പത്രത്തിൽ വരെ വന്നില്ലേ, എല്ലാവരും ആഘോഷിച്ചില്ലേ, അതുപോലെ ഇതും പത്രത്തിൽ വരണം, ഇതും മീഡിയകൾ ഏറ്റെടുക്കണം. അതോടുകൂടി മൂർത്തിസ് ജ്വല്ലറി തകരുവാണെങ്കിൽ അങ്ങ് തകരട്ടെ, മൂർത്തിസ് ജ്വല്ലറിയുടെ MD അങ്ങ് ജയിലിൽ കിടക്കുവാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ ജലജ പറയുവാണ്. എന്തായാലും മൂർത്തിസ് ജ്വല്ലറിയുടെ MD അങ്ങ് ദുബായിൽ ജയിലിലാണെന്നറിയുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ വിവരം എല്ലാവരും അറിയണം, എല്ലാ മാധ്യമങ്ങളിലും ഇത് വാർത്തയായിട്ട് വരണം. അപ്പോൾ അഭയും പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെ വേണം, ഉറപ്പായിട്ടും ഇത് മാധ്യമങ്ങൾ അറിയണം. അങ്ങനെ ക്യാമറയും മൈക്കുമായിട്ട് ഇവിടേക്ക് വരണം എല്ലാവരും. ഇവിടെയുള്ള ഓരോരുത്തരെയും മാറി മാറി ചോദ്യം ചെയ്യണം. മുത്തശ്ശിയും ദീവനെയും അതേപോലെ നയനയും വരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാനിത് മാധ്യമത്തിൽ അറിയിക്കും. എന്നെ അപമാനിച്ചതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. അപ്പോൾ നവ്യം പറയും, വേണം, അതെന്തായാലും വേണം. ഇപ്പോൾ ഈ വീട്ടിലുള്ളവർ നിങ്ങളെ രണ്ടുപേരും കാണുന്നത് ഒരു വേലക്കാരായിട്ടാണ്. ആദർശ് ജയിലിൽ കിടക്കുന്നതിൽ അമ്മായിക്കും ആ നയനയ്ക്കും വലിയ വിഷമമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇത് മാധ്യമങ്ങൾ വഴി അറിയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓളവായിക്കോളും. നീ ജയിലിൽ കിടന്ന സമയത്ത് ഇവിടെയുള്ളവരെല്ലാം കൈയടിച്ച് ആഘോഷിച്ചതാ, അതുകൊണ്ട് നീ ഇത് ചെയ്യണോ അബി എന്നിങ്ങനെ നബിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാലും ഞാൻ പിടിച്ചതാ. അന്ന് ആരും അതിന് സഹായിച്ചില്ല. അന്ന് മുതലാണ് AM ജ്വല്ലറിയുടെ കൂടി അനന്തപുരിക്കാർക്ക് പകരം വീട്ടാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ആദർശ് അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതോടുകൂടി ആദർശിന് മനസ്സിലാവുന്നുണ്ട് തന്നെ ജയിലിലാക്കാൻ വേണ്ടി അഭിയും ഇതിൽ കളിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നയന വരുമ്പോൾ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നെ ജയിലിലിടാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ അഭിയുമുണ്ടെന്നാണ് തോന്നുന്നത്. അബിയുടെ ഒത്താശയും അതിലുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ചിലപ്പോൾ അത് ശരിയായിരിക്കും ആദർശേട്ടാ, അവൻ്റെ സ്വഭാവം അതാണ്, അവൻ അതിലും മടിക്കില്ല. പോരാത്തതിന് അപ്പച്ചി അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി മാത്രമല്ല, നിന്റെ ചേച്ചിയും നവ്യയും ഇതിനുണ്ട്. ചില സമയത്ത് അവളുടെ തെളിപ്പ് കാണുമ്പോൾ സത്യങ്ങളൊക്കെ അങ്ങ് അവളെ അറിയിച്ചാലോ എന്ന് തോന്നും. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നൊക്കെ. അപ്പോൾ നയന പറയും, അയ്യോ ആദർശേട്ടാ, അത് വേണ്ട, അപ്പച്ചിയും അബിയൊക്കെ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തെറ്റാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. എന്നാൽ നവ്യേച്ചി അങ്ങനല്ല. ചേച്ചി സത്യങ്ങളൊന്നും അറിയാതെയല്ലേ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചേച്ചിയുടെ കാര്യം അങ്ങ് ക്ഷമിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അവയും ജലജയും കൂടെ വീണ്ടും ആലോചിക്കുന്നുണ്ട് എങ്ങനെ മൂർത്തിസ് ജ്വല്ലറിക്ക് ഇനിയും ഒരു പണി കൊടുക്കാം എന്നുള്ളതിനെ പറ്റി. ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ അബി, നിന്റെ ഭാര്യ AM ജ്വല്ലറിക്ക് വേണ്ടി പരസ്യം ചെയ്യാനായിട്ട് വീണ്ടും പോയിരിക്കുക. അവളെ ഞാൻ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. AM ജ്വല്ലറിക്കാരാണ് ഇത് നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറിയുടെ തകർച്ചയല്ലേ അവർക്ക് ആവശ്യം. അപ്പോൾ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരാൾ അവർക്ക് വേണ്ടി ചെല്ലുക എന്ന് പറയുമ്പോൾ അവർക്കത് നല്ല ചാൻസ് അല്ലേ, അവരത് മോശമാക്കുമോ? അതുകൊണ്ട് തന്നെയാണ് അവർ നവ്യെ വീണ്ടും വീണ്ടും പരസ്യത്തിനായി ക്ഷണിക്കുന്നത്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയാ അമ്മേ, അല്ലാതെ അതുകൊണ്ട് മാത്രമാണ് അവർ നവ്യയെ മോഡലായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്, അല്ല വേറെ ആരും കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല. പിന്നെ നവ്യയെ ജ്വല്ലറി പരസ്യം ചെയ്യാനായിട്ട് പോയത് മൂർത്തിസ് ജ്വല്ലറിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും മാത്രമാണ്. എന്നെ എല്ലാ സ്ഥാനത്തു നിന്നും എടുത്തു മാറ്റിയില്ലേ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന്, അതിൻ്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും തന്നെയാണ് അവൾ AM ജ്വല്ലറിക്ക് വേണ്ടി മോഡലാകാൻ തീരുമാനിച്ചത്. അപ്പോൾ ജലജ പറയാണ്, ഉർവശി ശാപം ഉപായപകാരം എന്ന് പറഞ്ഞതുപോലെയായി. നവ്യയ്ക്കൊപ്പം ഈ വീട്ടിലുള്ളവരോട് ദേഷ്യമായതുകൊണ്ട് AM ജ്വല്ലറിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ ഫലം കിട്ടുന്നതോ നമുക്കും. മൂർത്തിസ് ജ്വല്ലറി അത് തകരുന്നത് നമുക്ക് കൺമുന്നിൽ കാണണം. എന്നിട്ട് വേണം AM ജ്വല്ലറിയുടെ മാനേജറായിട്ട് നിനക്കതിൽ കയറാൻ. അപ്പോൾ അഭി പറയാണ്, അതെന്തായാലും ഞാൻ ഉറപ്പിച്ച് വെച്ചിരിക്കുക അമ്മേ. AM ജ്വല്ലറിയിലെ MDയിൽ ഒരാൾ എൻ്റെ കൂട്ടുകാരനാണ്. അയാളെ എനിക്ക് അവിടെ നല്ലൊരു പോസ്റ്റ് തന്നെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ എറിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിന് ഒരവസരം എനിക്ക് കിട്ടണം. ആദർശാണെങ്കിൽ ദുബായ് ജയിലിൽ കിടന്ന് നരകിക്കുമല്ലേ. അപ്പോൾ ജലജ പറയാണ്, എന്തായാലും അവൻ അവിടെ കിടന്ന് നരകിക്കട്ടെ, അതാ നല്ലത്. പക്ഷേ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ആ നയന,
അവൾക്ക് ഒരുപാട് സങ്കടമാവുമെന്നാണ് ഞാൻ കരുതിയത്. നെഞ്ചത്തടിച്ച് നിലവിളിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചത്ര വിഷമമൊന്നും അവൾക്കില്ല. ആദർശ ജയിലിലാണെന്നറിയുന്ന ആ വിഷമത്തിൽ കരഞ്ഞു തളർന്ന് അവളുടെ വയറ്റിലുള്ള കുഞ്ഞു തന്നെ അങ്ങ് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അവളുടെ വിഷമവും മാറി. അതുമല്ല, ആ സമയത്തിനൊക്കെ ആഹാരം കഴിക്കുന്നുണ്ട്. അന്ന് ഈ വിവരം അറിഞ്ഞ ആ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊരു വിഷമം. ഇപ്പം അതെല്ലാം മാറി. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആത്മാർത്ഥ സ്നേഹമൊന്നും ആദർശനോടില്ലെന്നേ. അവൻ്റെ സ്വത്തും പണവും കണ്ടിട്ടായിരിക്കും അവൻ്റെ കൂടെ അവൾ ചേർന്നത്. അനന്തപുരിയിൽ ഈ സ്വത്ത് മുഴുവൻ കൈക്കലാക്കണമെന്നായിരിക്കും മിക്കവാറും അവളുടെയും ഉദ്ദേശം. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ചന്തുമോള് അവളുടെ കുഞ്ഞല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിന്റെ ഭാര്യ എങ്ങാനും അറിയണം നിന്റെ കുഞ്ഞാണ് ആ ചന്തുമോളെന്ന്, അന്ന് നിന്റെ അന്ത്യം കുറിക്കും അവള്. അപ്പോൾ അഭി പറയുകയാണ്, ഓ എൻ്റെ പൊന്നമ്മേ, വീണ്ടും വീണ്ടും അത് പറഞ്ഞിങ്ങനെ ഓർമ്മിപ്പിക്കാതെ. ജലജ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം എന്തായി? മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ അന്ന് അറിയിക്കണ്ടേ? നീ എങ്ങനെയെങ്കിലും 2-3 മാധ്യമത്തിൽ ഈ വിവരങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറ. അവർ റിപ്പോർട്ടിങ്ങിനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. പിന്നെ ന്യൂസായി, ലൈവായി. ഓ, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അതോടുകൂടി ഈ വീട്ടിലുള്ളവർ നിന്ന് ഒരുങ്ങുന്നത് നമുക്ക് കാണാം. അച്ഛനും അതേപോലെ ദേവയാനി, നയനി എല്ലാവരും തന്നെ മാധ്യമത്തിന് മുമ്പിൽ നിന്ന് ഉരുകുന്നത് കാണാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ശരിയമ്മേ, എന്തായാലും ഞാനിതൊന്ന് അറിയിക്കുക തന്നെ ചെയ്യും. ആ വേണുവിനെ അനാമികയ്ക്കൊന്ന് കൂട്ടുപിടിക്കാം. അവരോട് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നാണല്ലോ, അതുകൊണ്ട് അവരെ കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ട് നല്ലതാ എന്നിങ്ങനെ ജലജയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഭി അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം അനി നന്ദുവിനെ കാണാനായിട്ട് വീണ്ടും ചെല്ലുന്നുണ്ട്. അങ്ങനെ അനി വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങുമ്പോഴത്തേനും നയന ചോദിക്കുന്നുണ്ട്, അല്ല അനി, ഈ സമയത്ത് നീ ഇതെങ്ങോട്ട് പോവാ? എന്തായിട്ടെത്തിയത്? ഞാൻ എങ്ങോട്ട് പോയാണെന്നേലും എവിടെ പോവാന്ന് ചോദിക്കുന്നേ? വെളിയിൽ എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്തായിട്ടെത്തിയത്? അപ്പോൾ നയന പറയണേ, ഓ ഞാൻ അതുകൊണ്ടൊന്നും ചോദിച്ചതല്ല, നീ നന്ദുവിനെ കാണാൻ പോവാണോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ നന്ദുവിനെ കാണാനൊന്നും പോകുന്നില്ല. ഇന്നലെ ഞാൻ ഇതേപോലെ പോയപ്പോഴും ഏട്ടത്തി എന്നോട് ചോദിച്ചു നന്ദുവിനെ കാണാൻ പോയതാണോന്ന്. അപ്പോൾ ഞാൻ നവീനെ കാണാൻ പോയതാ. ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോഴും ഏട്ടത്തി ചോദിക്കുന്നു നന്ദുവിനെ കാണാൻ പോയതാണോന്ന്. അത് പിന്നെ എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. വീട്ടിലുള്ളവരെല്ലാവരും എതിർത്താലും നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് ഇപ്പോഴും അടുത്തിട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അനു പറയണേ, ഓ എൻ്റെ ഏട്ടത്തി, ഞാൻ ഇപ്പം നന്ദുവിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാറ് കൂടിയില്ല. അതല്ല ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനിയിപ്പോൾ ഞാനും നന്ദും തമ്മിൽ പരസ്പര സ്നേഹത്തിലോ അടുപ്പത്തിലോ ആണെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര എതിർപ്പ്? എന്താണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്കറിയത്തില്ലേ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് ആർക്കും തന്നെ ഇഷ്ടമില്ല. എൻ്റെ അച്ഛനും അമ്മയും പോലും അതിന് സമ്മതിക്കത്തില്ല. ഞങ്ങൾ 2 പെൺകുട്ടികളുടെ പുറകെ അവളെ കൂടെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചയക്കുന്നതിൽ അവർക്കൊട്ടും താല്പര്യമില്ല. എന്നെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് അയച്ചു. അതുപോലെ നവ്യേച്ചി വന്നു. നവ്യേച്ചി ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പോൾ അനി പറയാണ്, അതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ ചേച്ചി? ഒരു പരിധി വരെ നീ പറഞ്ഞത് ശരിയാണ്. എന്നാലും ഒരെന്നാലുമില്ല. നവ്യേച്ചിക്ക് അവയുടെ കള്ളത്തരങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. നവ്യേച്ചിയുടെ വിചാരം നീ എല്ലാവരും കൂടി അബിയെ ഒറ്റപ്പെടുത്തുകയാണെന്നാ. ഈ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെന്നാ. ആദർശ് നയനച്ചി ചതിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്നാ. ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നും അത് പറഞ്ഞ് നയനേച്ചിയെ പറ്റിച്ച് ചതിക്കുവാണെന്നൊക്കെയാണ് നവ്യേച്ചിയുടെ വിചാരം. അതുപോലെ തന്നെ അബിയെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ തെറ്റ് ചെയ്ത ആദർശിനെ ആരും ഒന്നും പറയുന്നുമില്ല. അതാണ് നവ്യേച്ചിയുടെ പ്രശ്നം. ഇതൊക്കെ മനസ്സിൽ വെച്ച് നവ്യേച്ചി അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഉള്ളൂ. ഇതല്ല, ഇതിലപ്പുറവും അവർ പെരുമാറും. നയന് സത്യങ്ങളൊക്കെ അറിയാവുന്ന നമ്മൾ വേണ്ടേ നവ്യേച്ചിയെ പറഞ്ഞു തിരുത്താൻ? ഇനിയെങ്കിലും നവ്യേച്ചിയെ വിവരങ്ങളൊക്കെ അറിയിക്കണ്ടേ? അവയുടെ കള്ളത്തരങ്ങൾ എല്ലാം തന്നെ നവ്യേച്ചി ഇപ്പോൾ അറിയിക്കുകയാണെങ്കിൽ നമ്മളോട് പെരുമാറുന്നതിൻ്റെ 4 ഇരട്ടി ശത്രുതയിൽ അബിയോട് പെരുമാറുകയല്ലേ? അതല്ലേ ശരിക്കും വേണ്ടത്? ഇപ്പോൾ അവർ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അനി നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നവ്യേച്ചിയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. ചേച്ചിക്കൊരു കുഞ്ഞില്ലേ? ചേച്ചിയുടെ ജീവിതം അതോട് തകരില്ലേ? അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇത് മറച്ചു വെക്കുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ട്,
അത് ശരിയാ, അങ്ങനെ മറച്ചു വെക്കുന്നതൊക്കെ നല്ലതാ. അതുപോലെ ഇവിടെയുള്ളവരുടെ എല്ലാവരും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ടല്ലേ എൻ്റെ നന്ദുവിൻ്റെയും വിവാഹത്തിന് എല്ലാവരും എതിര് നിൽക്കുന്നത്. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ആരും സമ്മതിക്കാത്തത്. ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെയുള്ളവരെല്ലാം പറയുന്നത്. അതുപോലെ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. എന്നാൽ ആരും അതിന് സമ്മതിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും എതിർപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നന്ദും തമ്മിൽ അകന്നിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയായ നീ, എന്നാൽ നിന്റെ മനസ്സിലുള്ളതിനെ ഇരട്ടി വിഷമം കാണും നന്ദുവിന്. അതെല്ലാം എനിക്കും മനസ്സിലാവും. പക്ഷേ എന്നാൽ ഇനിയും അതിനുവേണ്ടി നമ്മൾ മുതിരണ്ട. ഇതോടെ കേൾക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി തന്നെ അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അനി പോകുന്ന വഴിക്ക് അനാമികയെ കാണുകയാണ്. അനി എവിടെ പോയാലും ഒരു ദുശകുനം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും വെച്ച് അനാമികയെ കാണുന്നുണ്ട്. അനാമികയും അവളുടെ കാമുകൻ സ്റ്റെഫിനുമായിട്ട് ബൈക്കിൽ പോകുന്ന സമയത്താണ് അനിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അനിയുടെ അരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിക്കുന്നുണ്ട് അനാമിക. വണ്ടിയിൽ നിന്നിറങ്ങി അനിയുടെ അരികിലേക്ക് ചെന്നിട്ട് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല ഏത് കേസിൻ്റെ കാര്യം നീ പറയുന്നേ? കേസുകളെല്ലാം തീർത്ത് നീ മറന്നുപോയോ? ഇനി എന്ത് കേസിനെ പറ്റിയാണ് നീ പറയുന്നത്? അത് നമ്മുടെ ഡിവോഴ്സ് കേസ്. അത് ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഒന്നും മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ കൊതി നിനക്ക് തീർന്നില്ലേ? നഷ്ടപരിഹാരം തിരിച്ചടക്കേണ്ടി വന്ന കാര്യമൊക്കെ നീ മറന്നോ? അതൊക്കെ അന്ന് അങ്ങനെ കഴിഞ്ഞു എന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതം നോക്കണ്ടേ? ഇത് സ്റ്റെഫിൻ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്. ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം ഉണ്ടാവും. ഞങ്ങളുടെ വിവാഹം നിയമപരമായിട്ട് നടക്കണമെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ഡിവോഴ്സ് എനിക്ക് കിട്ടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനെന്താ, നിനക്ക് നിന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ നിന്ന് ഒപ്പിട്ട് തരേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് എന്നേ തരാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. അതും മേടിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരുമോ എന്നിങ്ങനെ അനി ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, ഞാൻ എന്നേ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തന്നു കഴിഞ്ഞു. പിന്നെ പേപ്പറിൽ ഒപ്പിടുന്നൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് വേണ്ടത് നഷ്ടപരിഹാരത്തുകയാണ്. എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരത്തുക തന്നാൽ മതി. ഞാൻ എപ്പോഴേ നിന്നെ ഒഴിഞ്ഞു പോവും. അപ്പോൾ അനി പറയാണ്, അല്ലെങ്കിലും അത് കണ്ടിട്ടാണല്ലോ നീ എന്നെ വിവാഹം കഴിച്ചത്, എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ആ നഷ്ടപരിഹാരത്തൊക്കെ കിട്ടിയാൽ മാത്രമേ നീ ഡിവോഴ്സാക്കി തരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നീ കോടതി വഴി പോയി എൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് അതേപോലെ നഷ്ടപരിഹാരത്തൊക്കെ നീ മേടിച്ചു, എനിക്കൊരു പ്രശ്നവുമില്ല എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. എന്നാലും നീ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ലല്ലേ? അനന്തപുരിയിൽ എന്തോ ഒരു സ്വത്തുണ്ട് നിന്റെ വീതമായിട്ട് മാത്രം. അതിൽ നിന്ന് കുറച്ച് നിന്ന് എൻ്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്താൽ എന്താ നിനക്ക് കുഴപ്പം? അത് എൻ്റെ ന്യായമായ അവകാശമാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അവകാശവും? എന്തവകാശം? കള്ളത്തരം പറഞ്ഞ് വിവാഹം കഴിച്ച് എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയതോ? അതോ ഇവിടെയുള്ള ഓരോ സാധനങ്ങളും കട്ടുകൊണ്ട് പോകുന്നതിനോ? പറഞ്ഞു പറ്റിച്ചതിനും ആൾമാറാട്ടം നടത്തിയതിനും ഇതിനൊക്കെയുള്ള നഷ്ടപരിഹാരമാണോ നിനക്ക് ഞാൻ തരേണ്ടത്? അതോ ഇവനെ രണ്ടാം കെട്ടിന് വേണ്ടിയിട്ടുള്ള പണം ഞാൻ തരണമെന്നാണോ? നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ സ്വത്തുക്കളെ ഞാൻ തരണമെന്നാണോ പറയുന്നത്? അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെ വീട്ടിൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. വീട്ടിൽ അച്ഛനെ കുറച്ച് കടങ്ങളുള്ള കാര്യമൊക്കെ നിനക്കറിയാവുന്നതല്ലേ? അതുപോലെ ഞങ്ങൾക്കും ജീവിക്കേണ്ടേ? ഇത്രയും നാളും അനന്തപുരിയിലെ മരുമോൾ എന്ന വിലാസത്തിൽ ഞാൻ അങ്ങനെ ജീവിച്ചു പോന്നു. ഇനിയിപ്പോൾ അങ്ങനൊരു വിലാസം ഇല്ലാത്തടത്തോളം കാലം എനിക്ക് അവിടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടണം. ഇത്രയും നാളും ഞാൻ അവിടുത്തെ മരുമകൾ എന്നുള്ളൊരു വേഷം കിട്ടി ആടിയതല്ലേ, അതുകൊണ്ട് എനിക്കത് വേണം. അപ്പോൾ അനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നീ എത്രയാന്ന് വെച്ച് മേടിച്ചു. 10 കോടിയോ 20 കോടിയോ എത്ര വേണമെങ്കിലും നീ ചോദിച്ചോ. അത് കോടതി വഴി കിട്ടുമെങ്കിൽ നീ അത് മേടിച്ചെടുത്തു. അല്ലാതെ കള്ളക്കേസ് വഴി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതൊക്കെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾ അനന്തപുരിക്കാർക്കും നന്നായി അറിയാം. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അനാമിക സ്റ്റെഫിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഇതിനൊക്കെ ശേഷം നമ്മുടെ അഭിയാണെങ്കിൽ വേണുവിനെ അനാമികയൊക്കെ കണ്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ഇവർ 3 പേരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അബിയെ കണ്ടതും വേണു പറയുന്നുണ്ട്, എന്തായി അബി, എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ആ ആദർശ് ജയിലിലാണെന്നുള്ളതിനെ പറ്റി അറിയാനൊക്കെ ഞാനിങ്ങനെ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തായി, അവൻ ജയിലിൽ നിന്ന് വല്ല ഇറങ്ങിയോ? അപ്പോൾ അബി പറയാണ്, അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? അവനവിടെ ദുബായിലെ ജയിലിലാണ്. അവനവിടെ പെട്ടുപോയതുപോലെയാണ്. ഒരു കുരുക്കഴിക്കുമ്പോൾ അവനെ അടുത്ത കുരുക്ക് വലിച്ചു മുറുക്കും. അങ്ങനെ വീണ്ടും അവൻ അവിടെ തന്നെ കുടുങ്ങും. അപ്പോൾ വേണു പറയാണ്, ഇത് ഇത്രയൊക്കെ ആയിട്ടും ഇതൊന്നും വെളിയിൽ അറിഞ്ഞിട്ടില്ലല്ലോ, ഒരു വാർത്താ മാധ്യമത്തിൽ പോലും വന്നില്ല.
വലിയ മൂർത്തി ജ്വല്ലറിയുടെ MD ഒക്കെ അല്ലേ. അയാൾ ജയിലിലായിട്ട് എന്താണ് അത് ഒന്നും വാർത്തയാകാത്തത്? എന്തെങ്കിലും ഒരു ചെറിയ ന്യൂസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്ന, പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളിലും വന്നില്ലല്ലോ എന്നിങ്ങനെ വീണു പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെ, അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണ്ടേ? അപ്പോൾ അനാമിക പറയാണ്, വേണം, പൊളിച്ചെടുക്കണം. അനന്തപുരിക്കാരെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ വെറുതെ കളയത്തില്ല. അപ്പോൾ അഭി പറയുകയാണ്, അപ്പോൾ അതിന് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാ ന്യൂസിലും ഈ റിപ്പോർട്ട് കൊടുക്കണം. അതിൻ്റെ ബാക്കി അവർ നോക്കിക്കോളും. ഇൻ്റർവ്യൂ എടുക്കാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അനന്തപുരിയിൽ മാധ്യമപ്രവർത്തകർ കയറി ഇറങ്ങിക്കോളും. എല്ലാ മാധ്യമങ്ങളിലൂടെ ഈ നാണംകെട്ട വാർത്ത പുറം ലോകം അറിയണം. ആദർശ് ദുബായ് ജയിലിൽ കിടക്കുകയാണെന്ന്. അങ്ങനെ അനന്തപുരിയിലുള്ളവർ വീണ്ടും നാണം കെടണം. അപ്പോൾ അനാമിക പറയുകയാണ്, അതെ, അനന്തപുരിക്കാർ നാണം കെടണം. ഞാൻ അന്ന് റിപ്പോർട്ട് കൊടുത്തില്ലേ, ആ മാധ്യമപ്രവർത്തകരെ തന്നെ നമുക്ക് ഈ ന്യൂസ് അറിയിക്കാം. അവരിതങ്ങ് ഏറ്റെടുത്തോളും. ഒരു ചാനലിൽ വിവരം കൊടുത്താൽ മതി, ബാക്കി എല്ലാ ചാനലിലേക്കും അത് പടർന്നോളും. എല്ലാവരും കൂടി അനന്തപുരിയുടെ മുറ്റത്ത് വന്ന് നിന്നോളും. മൂർത്തി ജ്വല്ലറിയുടെ മുന്നിൽ വന്ന് നിൽക്കും. എന്തൊരു രസമായിരിക്കും. എന്തായാലും ഈ അവസരം നമ്മൾ വെറുതെ വിട്ടുകളയരുത്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ അനാമികയുടെ ഫ്രണ്ട് വഴി ആ ചാനലിലേക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇത് സത്യസന്ധമായ ന്യൂസാണോ? ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഇത്രയും വലിയൊരു ജ്വല്ലറിയുടെ MD ദുബായ് ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ ഇത് അറിയാതിരിക്കുമോ? അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സത്യമുണ്ട്. കാരണം ഞാൻ ആ വീട്ടിലത്തെ ഒരാളാണ്. പക്ഷേ ഈ വിവരങ്ങളൊന്നും ലീക്കാകാതെ അവിടുന്ന് തന്നെ നോക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ മുത്തശ്ശൻ. അദ്ദേഹത്തിന് മൂർത്തി ജ്വല്ലറിയുടെ മുൻ MD ആയിരുന്ന ഞങ്ങളുടെ മുത്തശ്ശൻ, അദ്ദേഹത്തിന് അങ്ങ് ദുബായിലൊക്കെ നല്ല ഹോൾഡാണ്. അതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും പുറത്താകാഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വാർത്ത ഒന്ന് പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ചാനലുകാർ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. നമ്മുടെ ചാനലിൽ കൂടി ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വന്ന ബാക്കിയുള്ള മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചോളും. അല്ല, ഇതിൽ വേറെ കള്ളത്തരമൊന്നും ഇല്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ, സത്യസന്ധമായ ന്യൂസ് തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അഭി പറയുകയാണ്, തീർച്ചയായും സത്യസന്ധമായ കാര്യം തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇത് സംരക്ഷണം ചെയ്തോളൂ. അപ്പോൾ അവർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇത് ആദ്യമായി പുറത്തിറങ്ങുന്നത് ഞങ്ങളുടെ ചാനലിൽ കൂടിയാണ്. ഇതൊരു വൈറൽ ന്യൂസ് തന്നെയല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ ചാനലിന് തന്നെ ഇതൊരു നല്ലൊരു ക്രെഡിറ്റ് കിട്ടുന്ന വിഷയം കൂടിയാവും. അങ്ങനെ ഈ ചാനലുകാർ ഈ ഒരു വാർത്ത ഫ്ലാഷായിട്ട് വിടുകയാണ്. അതോടുകൂടി എല്ലാ മാധ്യമ ചാനലുകളും ഈ വിവരം അറിയുന്നുണ്ട്. എല്ലാവരും തന്നെ ആദർശ് ജയിലിലെന്ന കാര്യം അറിഞ്ഞൊന്ന് ഞെട്ടുന്നുണ്ട്. എല്ലാ ചാനലുകാരും അങ്ങനെ അനന്തപുരിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട് മൂർത്തി ജ്വല്ലറിയുടെ മുന്നിലേക്ക്, അനന്തപുരിയുടെ മുന്നിലേക്ക്. അവിടെ മുത്തശ്ശനും ജയനും അജയനും എല്ലാം ഇപ്പോൾ ഉണ്ടായിരുന്നു. അവർ ആദർശ് ജയിലിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇവർ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാത്തതുകൊണ്ട് തന്നെ അവരാരും അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പാഞ്ഞ് അനന്തപുരിയിലേക്ക് എത്തുന്ന മാധ്യമപ്രവർത്തകരെ കണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേ നോക്കുന്നതിന് മുകളിൽ എല്ലാ വിവരവും അറിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ഒഴുകി വരുന്നത് കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നയന ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അങ്ങനെ നയന ആദർശിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേ ആദർശേട്ടാ, മാധ്യമപ്രവർത്തകരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുമല്ല, ഒരു ചാനലിൽ കൂടി ഫ്ലാഷ് പോകുന്നുണ്ട്. ആദർശേട്ടൻ അവിടെ ദുബായ് ജയിലിലാണെന്നും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിലാണ് ആദർശേട്ടനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ എന്താ ആദർശേട്ടൻ ചെയ്യുക? ഇതൊക്കെ സത്യമാണെന്ന് കരുതിയില്ലേ അവരെല്ലാം വരുന്നത്? ഇനി അവരോട് നമ്മൾ എന്താ മറുപടി പറയുന്നേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ ആ അബിയുടെ കളിയാണ്. ഞാൻ കേട്ടതാ അബിയും അപ്പച്ചിയും പറയുന്നത്, ഈ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളെ അറിയിക്കണമെന്നുള്ള കാര്യം. എന്തായാലും അവർ വന്നില്ലേ, വരട്ടെ. ഈ ന്യൂസിന് ഒരു വാസ്തവം ഇല്ലയെന്നറിയുമ്പോൾ അവൻ തന്നെ അങ്ങ് നാണം കെട്ടോളും. അതോടുകൂടി ഇവൻ കിടക്കുന്ന ഒരു വാർത്തയും ചാനലുകാർ റിപ്പോർട്ട് ചെയ്യാതായിക്കോളും. ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ ആദർശേട്ടാ? എന്തായാലും തൽക്കാലം ഞാനിവിടെ പുറത്തിറങ്ങി വരും, നീ അവരോട് പറയണ്ട. 1-2 ദിവസം കൂടെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, നമുക്ക് കാണാം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും അബിയും ജലജയും കൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരി, ഇനിയിപ്പോൾ അവരെന്നോടായിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഞാൻ അവരോട് എന്ത് മറുപടിയാണ് കൊടുക്കുക?
അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവരോട് നീ അവർ നിന്നോട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നീ ധൈര്യമായിട്ട് മറുപടി പറയണം. എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല, ദുബായ് ജയിലിലൊന്നും അല്ല അദ്ദേഹം എന്നുള്ള രീതി, അവരെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതി തന്നെ നീ മറുപടി പറയണം. എങ്കിൽ ശരി ആദർശേട്ടാ, ഞാനൊന്ന് താഴോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് നയന താഴേക്ക് വരികയാണ്. നയന താഴോട്ട് വരുമ്പോൾ തന്നെ മുത്തശ്ശൻ്റെ അരികിലേക്കും നയനയുടെ അരികിലേക്കുമൊക്കെ മാധ്യമപ്രവർത്തകർ ചെല്ലുന്നുണ്ട്. മുത്തശ്ശൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത്ര ഇടിച്ചു തള്ളി ഇങ്ങോട്ട് കയറി വരുന്നത്? അത് പിന്നെ സാറേ, മൂർത്തിസ് ജ്വല്ലറി എന്ന് പറയുന്നത് കേരളത്തെ തന്നെ ഒരു പ്രമുഖമായ ബ്രാഞ്ചാണ്. നിങ്ങളൊക്കെ വ്യവസായ പ്രമുഖരാണ്. നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നടക്കുന്ന എന്ത് കാര്യമാണ് മാധ്യമത്തിലൂടെ പുറത്തു വരണമെന്നാണ് നിങ്ങളീ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇടിച്ചു തള്ളി ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്? അല്ല, ഞങ്ങൾ ഇതിനു മുമ്പേയും ഒരിക്കൽ വന്നിരുന്നു. അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ വീട്ടിലിട്ട് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ മേല്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിൻ്റെ വിധി വന്നതും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനസിക പ്രശ്നമുള്ള പെൺകുട്ടിയാണ് അനാമിക. അവള് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായിരുന്നുവെന്നും മയക്കുമരുന്നിന് വരെ അവൾ അടിമയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കോടതി വിധി വന്നത് നിങ്ങൾ അറിഞ്ഞതല്ലേ? അതിൻ്റെ പേരിൽ ഞങ്ങളെ ആവുന്നത്ര കരിവാരി തേച്ചതല്ലേ നിങ്ങൾ? ഇനിയും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ക്ഷമിക്കണം സർ, അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വന്നത് മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആദർശ് ദുബായ് ജയിലിൽ കള്ളക്കടത്ത് കേസ് സ്വർണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഒരു അറിവിനെ തുടർന്നാണ്. അതിനെക്കുറിച്ച് എന്താ സത്യാവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആഹാ, അതിനെപ്പറ്റി അറിയാനാണോ? എന്നാൽ ചോദിച്ചോളൂ. ഇത് ആദർശിൻ്റെ ഭാര്യയാണ് നയന, അവൾ പറയുമല്ല. പറയണം മേഡം, എന്താണ് സംഭവിച്ചത്? ആദർശ് അവിടെ ജയിലിലാണോ? എന്തോ കള്ളക്കടത്ത് കേസിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. കള്ളക്കടത്ത് സ്വർണ്ണമാണോ നിങ്ങൾ ദുബായ് ജ്വല്ലറി വഴി വിറ്റഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ഓരോ ചോദ്യങ്ങളും മാറി മാറി ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, നിങ്ങളതൊന്നും വെറുതെ തെറ്റിദ്ധരിച്ചൊന്നും പറയണ്ട. എൻ്റെ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അദ്ദേഹം ഒരു കള്ളക്കടത്ത് കേസിലും പെട്ടിട്ടുമില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അപ്പോൾ ഞങ്ങളെ അറിഞ്ഞ ന്യൂസോ? ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് വെറുതെ ആണെന്നാണോ മാഡം പറയുന്നത്? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കാരാണ് ഈ വാർത്ത എന്നത് അവരോട് തന്നെ ചോദിക്കുക. എൻ്റെ അറിവിൽ ആദർശേട്ടൻ ഒരു കള്ളക്കടത്തും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദർശേട്ടൻ ഒരു ജയിലിലുമല്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. ഉടനെ തന്നെ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അപ്പോൾ ആദർശ് ജയിലിലല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ജയിലിലല്ല. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയ്ക്ക് ഉടനെ തന്നെ പുറത്തു വരും. ഇപ്പോൾ തൽക്കാലം എനിക്കൊന്നും ഇതിനെപ്പറ്റി പ്രതികരിക്കാനില്ല എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് അഭിയും ജലജയും ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇതെന്താ ഈ നയനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനെ പറ്റി ഓർത്തിട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുകയാണ്.